രൂപീകരിക്കപ്പെട്ടിട്ട് ഇന്നേ വരെ ചെങ്കൊടി പാറാത്ത മണ്ഡലം പത്തനംതിട്ട ലോക്സഭാ സീറ്റ്. പക്ഷേ പത്തനംതിട്ട ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ ഭൂപടം കഴിഞ്ഞ 10 വർഷമായി അതിവേഗം മാറുകയാണ്. സിറ്റിംഗ് MP ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം ഓരോ തവണയും കൂപ്പുകുത്തുന്നു. അത് മുതലാക്കി പത്തനംതിട്ടയുടെ ചരിത്രം മാറ്റിയെഴുതാൻ CPM കണ്ടെത്തിയ ഒറ്റ ഉത്തരമാണ് തോമസ് ഐസക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഐസക്കിന്റെ മാത്രം പേര് നിർദ്ദേശിച്ചത് 3 കാരണങ്ങൾ കൊണ്ടാണ്. 1. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നിർണായകമായ മണ്ഡലത്തിൽ സാമുദായിക ഘടകങ്ങൾ അനുകൂലമാക്കുക. 2. ജനകീയാസൂത്രണ കാലയളവ് മുതൽ ഇവിടെയുള്ള പ്രവർത്തന പരിചയം മുതലാക്കുക. 3. യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും സ്വാധീനിക്കാനുള്ള വ്യക്തിത്വശേഷി ഉപയോഗിക്കുക. റാന്നി മുൻ MLA രാജു എബ്രഹാമിന്റെ പേര് കൂടി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നെങ്കിലും ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് ഐസക് എന്ന വജ്രായുധത്തിലേക്ക് CPM എത്തിയത്. കണക്ക് നോക്കിയാൽ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFിനൊപ്പമാണ്. ഹൈറേഞ്ച് മേഖലകളിലടക്കം 10 വർഷത്തിനിടെ CPM കരുത്താർജിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങളായി ഐസക് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. തിരുവല്ലയിലെ പ്രവാസി സംഗമം സംഘടിപ്പിച്ചതും ഐസക്കിന്റെ നേതൃത്വത്തിലാണ്. ആന്റോ ആന്റണിയോടുള്ള പ്രാദേശികമായ എതിർപ്പുകൾ, പത്തനംതിട്ട DCCയിലെ പ്രശ്നങ്ങൾ, മുൻ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPMൽ ചേർന്നത്, ഇതൊക്കെ അനുകൂല ഘടകങ്ങളാക്കി മുന്നേറാമെന്നാണ് ഇടത് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അതൃപ്തിയും കാർഷിക മേഖലയിലെ കടുത്ത രോഷവും ഗ്രാമീണ മേഖലയിൽ പിണറായി സർക്കാരിനോടുള്ള എതിർപ്പും അടക്കമുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനാകുമോ എന്നതാണ് നിർണായക ചോദ്യം.